ഇന്ന് 3-4 വഴുതന കിട്ടിയിട്ടുണ്ട്. കുറച്ച് പയറും ഉണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു വറവുണ്ടാക്കിയാലോ. പയർ വാങ്ങിയതാണേ, വഴുതന ഇവിടെ തന്നെ ഉണ്ടായതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അരിഞ്ഞു വെച്ച പയർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ പൊടി മുളക് പൊടി ഒഴിവാക്കാൻ പാടില്ല. അത് മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ്. എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് ആവിയിലൊരു കുറച്ച് നേരം വേവിക്കുക. പയറിന് കുറച്ച് വേവുള്ളതല്ലേ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കറിയെല്ലാം കളഞ്ഞ് വഴുതനങ്ങ കൂടി ചേർത്ത് അതിനുള്ള ആ വഴുതനങ്ങക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. വഴുതന ഒറ്റയ്ക്ക് വെക്കുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടം കുറവല്ലേ. ഇങ്ങനെ വഴുതനയും പയറും കൂടെ ഒന്നിച്ചിട്ടൊന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ല വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. തട്ടിപ്പൊത്തി വെച്ച് ഇടയ്ക്കിടെ ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കണം. വെന്നു അതിന് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയെല്ലാം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഇളക്കിയെടുത്ത് നല്ല വറവാണ്, നല്ല ടേസ്റ്റിയായ വറവ്.